അങ്ങനെ ഗൈസ് മാർച്ച് 24 അതായത് നമ്മുടെ ലാസ്റ്റ് എക്സാമിന് ദിവസമായിരുന്നു. ലാസ്റ്റ് എക്സാമിന് മാത്രമല്ല ഗൈസ്, നമ്മുടെ ലാസ്റ്റ് സ്കൂൾ ദിവസം കൂടിയായിരുന്നു. എക്സാം വരുന്നത് എക്കണോമിക്സ് ആണ്. തലേ ദിവസം ആകെ ഒരു ദിവസം മാത്രം പഠിക്കാൻ കിട്ടിയിട്ടുണ്ടായുള്ളൂ. ആ കിട്ടിയ ദിവസമാണ് ഫുള്ള് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും കുത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസത്തേക്ക് ഒരു 6 മണിയായപ്പോഴത്തേനും അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഗൈസ് അപ്രതീക്ഷിതമായിട്ട് ഒരു കാര്യം നടക്കുന്നത്. വേറൊന്നുമില്ല ഗൈസ്, രാവിലെ 4 മണിയായപ്പോഴത്തേനും ഏതോ ജീവി എൻ്റെ ബാക്കിലൊന്ന് കടിച്ചു. അപ്പം തന്നെ ഞാൻ എഴുന്നേറ്റ് അപ്പം തന്നെ ഞാൻ വിചാരിച്ചു പിന്നെ രാവിലെ എഴുന്നേറ്റില്ല എന്തായാലും പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുത്തിന്ന് കുറേ പഠിച്ചു. എക്സാം ആണെങ്കിൽ അതുകൊണ്ട് ഭയങ്കര സിമ്പിളായിരുന്നു. പിന്നെ ലാസ്റ്റ് ദിവസമല്ലേ എന്തായാലും ഫ്രണ്ട്സിൻ്റെ ഒപ്പം കുറച്ച് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ആ ഒരു കാര്യം മനസ്സിലായത്. 5 മണിക്ക് ഡെന്റൽ ക്ലിനിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു, താഴെ കമ്പിടാൻ വേണ്ടിയിട്ട് വലിയ. പക്ഷേ 5 മണി സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സോടെ വെറുതെ വായി നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു 5:45 എപ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും പല്ലൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊന്നും മര്യാദക്ക് സംസാരിക്കാൻ പറ്റാത്തത്. കുറേ കഷ്ടപ്പെട്ടാണ് സംസാരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് അക്ഷയ പോയിട്ട് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സെറ്റ് ആക്കിയിട്ട് നേരെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഗൈസ് സ്ട്രീറ്റ് ലൈറ്റ് ഒരുമാതിരി ഹൊറർ സിനിമയിലൊക്കെ കത്തണം. അതുപോലെ ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ കിടക്കുമ്പോഴാണ് ട്യൂഷൻ ടീച്ചറുടെ വീടിൻ്റെ അവിടെ നിന്നാണ് ഒരു പുകയൊക്കെ വന്നി. അപ്പോൾ ശരിക്കും ഒരു ഹൊറർ എഫക്റ്റ് പിന്നീട് മനസ്സിലായി തീയിട്ട് കത്തിക്കലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീട്ടിൽ എത്ര ഗൈസ് ബൈ.